Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. ഇന്ന് പകലിലും കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ പകലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. എന്നും മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ കടന്നു വരുന്നതാണ്. എന്നാൽ ഇന്ന് പകൽ മറ്റൊരു ദൈവദാസൻ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ ആ സമയത്ത് ലൈവിൽ വരുവാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം കുഞ്ഞുങ്ങൾ ചില പാട്ടുകളുമായി ലൈവിൽ വരുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. ഇന്ന് പകലിലും അത്ഭുതകരമായ അതിശയകരമായി നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതായിരുന്നു. അതനുഭവിച്ചവർ നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാത്ത ഹാലയിലും നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിൽ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾ വലിയ സന്തോഷമായി അനുഗ്രഹമായി കാണുന്നവർ ഹല്ലേലൂയ എന്നോട് ചേർന്ന് ആമേൻ ആ കരങ്ങളെ അടിച്ച് അല്പസമയം ആദരങ്ങളെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ പുതു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകൾ അവിടുത്തെ ആമേൻ സാന്നിധ്യത്തിന്റെ കീഴിലായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ സമയം ദൈവസന്നിധിയിലേക്ക് കുടുംബമായി ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയർത്തി ദാനമായി നൽകിയാണ്. ഈ സന്ധ്യയിൽ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ശക്തീകരിച്ചാട്ട്, അവിടുന്ന് ബലപ്പെടുത്തിയാട്ട് ഈ പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഈ സമയം ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. ഇന്ന് രാത്രിയിലും ബന്ധമില്ലാത്ത ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ആമേൻ തന്റെ ജനത്തിന് അനുകൂലമായി ചലിക്കുവാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുവാൻ ശക്തനായ ദൈവമാകിയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രാത്രി ലൈവിലായിരിക്കുന്ന ആമേൻ വരും ദിവസങ്ങളിൽ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ആമേൻ. എല്ലാ ദിവസവും ഈ ലൈവിൽ ആമേൻ പതിവായി കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ഉണ്ട്. ആമേൻ. ഇത് ഷെയർ ചെയ്ത് ആമേൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് ആമേൻ, അതെ, സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത എന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ, സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഹല്ലേലൂയ ഞങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും ആമേൻ അവരുടെ സമസ്ത മേഖലകളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് അതേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെ ഓർത്ത്
ഓർത്ത് ഫീഡ്ബാക്ക് നോക്കി സമയം എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ഞങ്ങളോട് ഒരുമിച്ച് ആമേൻ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമേൻ പ്രസംഗിക്കുവാനോ പാടുവാനോ ഒക്കെ ദൈവം കഴിവും കൃപയും തന്നിട്ടുണ്ടെങ്കിൽ ആ കൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാനുള്ള ആമേൻ ഒരു പ്ലാറ്റ്ഫോമാണ് സ്നേഹതീരം പ്രയർ ആമേൻ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമേൻ ശുശ്രൂഷിക്കുവാൻ ദൈവം നിയോഗവും പ്രേരണയും തരുന്നുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിക്കാവുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം എന്നെ വിശ്വസ്തരെന്ന് എണ്ണി നിർത്തിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരറ്റുകയാണ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആമേൻ. നിങ്ങളുടെ ആമേൻ ഷെയർ നിമിത്തം ആമേൻ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഈ മെസ്സേജ് ചെല്ലുന്നത് അവർ രക്ഷിക്കപ്പെടുവാനോ അവർ മനം തിരിയുവാനോ അവർ സൗഖ്യമാകുവാനോ ദൈവത്തോട് അടുക്കുവാനോ ഇടയായി തീർന്നാൽ നിശ്ചയമായും ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനപ്പുറം മറ്റു ഉദ്ദേശമൊന്നും ആമേൻ നമുക്ക് ഇല്ല, എനിക്കില്ല. ഇന്ന് രാത്രി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തുകയാണ്. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാത്രിയിലും ആമേൻ ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ കർത്താവിന് സകല മഹത്വവും മാനെ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് അതേ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി നാം സമയം വേർതിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ആമേൻ അതെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ യൂട്യൂബിൽ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനലുണ്ട്. നിങ്ങൾക്ക് ആമേൻ അത് സെർച്ച് ചെയ്താൽ അത് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതിങ്ങനെ ഒരു അഡ്വൈസ്മെന്റ് പോലെ പറയുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ തലമുറ ആമേൻ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കണ്ട് പഠിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യുമ്പോൾ ആമേൻ അശ്ലീല നിറഞ്ഞതായ വീഡിയോ ക്ലിപ്പുകൾ ആമേൻ അതുപോലെയുള്ള പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അനേകർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുവാനുള്ള ആമേൻ 100% സാധ്യതകൾ ഉള്ള ലോകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ആമേൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിന് പകരുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം ആത്മാവിനാൽ നിറച്ച് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി അതേ പാട്ടിലൂടെയും അതേ ദൈവികമായ വചനത്തിലൂടെയും കഥകളിലൂടെയും ഭാവനയിലൂടെയും ആമീൻ ആക്ഷൻ സോങ്ങിലൂടെയും ഒക്കെ കർത്താവിലേക്ക് അതേ തലമുറയെ അടുപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിൽ നിയോഗം പ്രാപിച്ച അഭിഷക്തന്മാർ, ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ അനേക വീഡിയോകൾ ആമേൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആമേൻ ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ആമേൻ എളിയവനും ദാനമായി നൽകിയ തലമുറകളും അടിയന്റെ പ്രിയപ്പെട്ടവളും ആമേൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ ആമേൻ ആ യൂട്യൂബ് ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ തലമുറകളിലേക്ക് ആമേൻ ആമേൻ ഈ ലോകം നൽകാത്ത സമാധാനം ഒഴുകിയെത്തുവാൻ ഇടയായി തീരുമല്ലോ. ചേർന്ന് പാടാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും കുരിശിന്മേൽ താൻ വാഹിച്ചു, പാപത്തെയും രോഗത്തെയും കുരിശിന്മേൽ താൻ വാഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും
സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയെ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയെ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടതര മുന്നിട്ട്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടതര മുന്നിട്ട്. കാവലങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാവലങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജസൈന്യത്തിന്റെ മുൻപിലാ. തകർക്കുന്ന രാജസൈന്യത്തിന്റെ മുൻപിലാ. നായകനായുള്ളതിനാൽ ജയം ജയം എപ്പോഴും. നായകനായുള്ളതിനാൽ ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൈന്യത്തിന്റെ മുമ്പിൽ നായകനായി എപ്പോഴും കൂടെ ആമേൻ നിന്ന് ആമേൻ ജയോത്സവമായി മുമ്പോട്ട് നടത്തുന്ന നല്ല നായകനായ ക്രിസ്തു ആമേൻ ഇന്ന് പകലിലും ജയാളിയായി ജീവിക്കത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി ആമേൻ പ്രവർത്തിച്ചെങ്കിൽ ഹല്ലേലൂയ അതോർത്ത് ഒരിക്കൽ കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്കാം. ഒരുപക്ഷെ അത് ചിന്തിച്ചേക്കാം ആമേൻ അതെ ആമേൻ കടവിൽ നിന്ന് കയറുമ്പോഴാണല്ലോ അല്ലെങ്കിൽ സ്നാനക്കടവിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ പാട്ടൊക്കെ കേൾക്കാറ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ ഒരു പുതിയ സൃഷ്ടിയായി ആമേൻ അതെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആമേൻ അല്പസമയത്തേക്ക് മാത്രമല്ല ആ ജയം ആമേൻ അനുഭവിക്കാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നിത്യത വരെ ജയാളിയായി ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതലിനെ നായകൻ ആമേൻ മുമ്പിൽ നിന്നുകൊണ്ട് എപ്പോഴും ജയോത്സവമായി ജീവിക്കുവാൻ പൂർണ്ണ ജയം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലെ ഇന്ന് രാത്രിയിലും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? അതെ, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചൊതുങ്ങിയിരിക്കുകയാണോ? ഇന്ന് രാത്രി മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ ജയാളിയായ കർത്താവത്രേ നമ്മുടെ നായകനായി നമ്മുടെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, ജയത്തിന്റെ ആ പാട്ടുകൾ പാടി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയമേ. ഹല്ലേലൂയ. ആമേൻ. പാടാൻ മാത്രമല്ല, അത് അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാ ദൈവമക്കൾ. ഇന്ന് രാത്രി ആ ജയത്തിന്റെ ആമേൻ പാട്ടുപാടി ആമേൻ ജയോത്സവമായി ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ ഒരു ദരിദ്രനെ കുപ്പയിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നവനായ ആ നല്ല നായകനായ കർത്താവ് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വന്ന് കൈപിടിച്ചുയർത്തുവാൻ ശക്തനാ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. നാഥൻ സ്ഥാപിച്ച സഭ പാതാള ഗോപുരങ്ങളെ ജയിച്ച സഭയാ. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്ക് ആമേൻ ആ സഭയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സഭയുടെ അംഗമായി മാറിയ ദൈവത്തിന്റെ പൈതലെ, എന്നെ ഇന്നിനെയും പരാജയപ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഓ കരമടിത്ത് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്നലകളിൽ നിന്ന് പരാജയപ്പെടുത്തുവാൻ നോക്കിയ സകല ദുഷ്ടന്റെ പദ്ധതികളുടെ നടുവിലും ആമേൻ ജയത്തോടെ നിൽക്കുവാൻ അതെ നിന്നെ പ്രാപ്തനാക്കിയ ആ ദൈവത്തിന്റെ ആ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിനായി ഹല്ലേലൂയ ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. വചനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അവന്റെ ഉറപ്പ് വചനം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ചില വിഷയത്തിന്മേൽ ഉറപ്പ് നൽകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്ന ആമേൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇന്ന് രാത്രി ചില വ്യക്തി ജീവിതങ്ങളോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ ചില വിഷയത്തിന് ഉറപ്പ് നൽകുവാൻ പോവുകയാണ്. ആ ഉറപ്പ് പ്രാപിക്കുന്ന നീ അത് പ്രാപിക്കുവാൻ, അത് അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഒരു പക്ഷേ ചിന്തിക്കാം, ആമേൻ, ഈ മഹാമാരിയിൽ ആമേൻ എല്ലാ പ്രതീക്ഷയും തകിടം മറിഞ്ഞിരിക്കും. ഇനി എന്ത് ഉറയ്ക്കാനാ? ഹല്ലേലൂയ. നിന്നെ ഉറപ്പിക്കത്തില്ല, നിന്നെ മറുകര കാണുവാൻ അനുവദിക്കത്തില്ല, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ അനുവദിക്കത്തില്ലെന്ന് നാളുകളായി വാദിച്ചു വെല്ലുവിളിച്ച് നിന്നെ കണ്ണുനീരിലും നിരാശയിലും രോഗത്തിലും ഒതുക്കിയിരിക്കുന്ന അന്ധകാര മണ്ഡലത്തിനകത്ത് നിന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു ആമേൻ ഇവിടെ നിന്ന് മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി അതെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി അവൻ ഒരു വാക്ക് നിനക്ക് വേണ്ടി കൽപ്പിച്ചാൽ ആമേൻ അവന്റെ ആത്മാവ് നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് ആമേൻ കാര്യസ്ഥനായ ആ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിലൂടെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ വചനം എത്ര കേട്ടാലും മടി വരത്തില്ല, മടിപ്പുണ്ടാകത്തില്ല. കേൾക്കും തോറും ആമേൻ അതെ കഴുകന്മാർ ചിറകടിച്ചുയരുന്നത് പോലെ പ്രശ്നത്തിന്റെ ആമേൻ കൂമ്പാരത്തിനകത്ത് കിടക്കുന്നവർ, ആ പ്രതികൂലത്തിനകത്ത് കിടക്കുന്നവർ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറുകാല് താണുപോകത്തക്ക വിധത്തിൽ ചതുപ്പ് നിലം ആയിരിക്കുന്നത് പോലെ ഭവനത്തിനകത്ത് ആമേൻ തുഴഞ്ഞ് ആമേൻ അതെ മുന്നേറുവാൻ കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന അതെ നിന്നെ ഇന്ന് രാത്രി അതെ സുസ്ഥിരമായ പാറമേൽ അതെ നിർത്തി നിന്റെ വായിൽ പുതിയ പാട്ട് തന്ന് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ നിന്റെ ആ സാഹചര്യത്തിനകത്തേക്ക് ഇറങ്ങി വരുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി
പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, നീ കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് അവനെ പൂർണ്ണമായി പിൻവയ്ക്കുവാൻ, സേവിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ അനുസരിക്കുവാൻ ഹല്ലേലൂയ തയ്യാറായ നിശ്ചയമായും ഹല്ലേലൂയ ആ വചനം ഇന്ന് രാത്രി ആമേൻ നിനക്ക് ഉറപ്പ് നൽകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതേ സഹോദരി, അത് നിന്റെ ഭാവിയെ കുറിച്ച് ആമേൻ നീ സ്വപ്നം കണ്ടത് പൂവണിയാതെ ഇന്നും കണ്ണുനീരിലും ദുഃഖത്തിലുമാണെങ്കിൽ അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നിന്നെ ഉറപ്പിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അബ്രഹാമേ എന്നുള്ള വിളി കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാമിനെ ആകാശത്തിലേക്ക് നോക്കുമോനെ, ആമേൻ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അവനെ ഉറപ്പിച്ചു കേട്ടോ. ഹല്ലേലൂയ. കടൽക്കരയിലേക്ക് കൊണ്ടുപോയി അതെ ആഴി അതിന് പഞ്ചസാര മണൽ കൊണ്ടിട്ടവൻ അതെ പറഞ്ഞു, നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തോ, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറ തരാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചെന്ന് ഇന്ന് രാത്രി നീ കേട്ട വാഗ്ദത്തത്തെ ഇന്ന് രാത്രി ഉറപ്പിച്ച് അത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക വിധത്തിൽ നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ആമേൻ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ, ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി വിശ്വാസ കാൽച്ചുവടുകൾ വെക്കുന്ന അഭിഷക്തനെ ആമേൻ ദൈവദാസനെ, ദൈവദാസിയെ, യൗവനക്കാരി അതെ മാതാവേ, പിതാവേ, കുഞ്ഞെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ചിറക്കി നിന്നെ ഉറപ്പിക്കുന്ന ഹല്ലേലൂയ രാത്രിയായി മാറുകയാ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇത് ആവേശം കൊണ്ട് പറയുകയല്ല. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ പകലിലോ ആമേൻ എന്നെ ഉറപ്പിച്ച കർത്താവ്, ഹല്ലേലൂയ, എന്നോടുള്ള വാഗ്ദത്തം പിന്നെയും ആമേൻ ഓർപ്പിച്ച് എന്നെ ഉറപ്പിച്ച കർത്താവ്, ഇന്നലകളിൽ കേട്ട വാഗ്ദത്തം ആമേൻ നിറവേറാതെ ആമേൻ അതേ നിരാശയോടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ വാഗ്ദത്തം ആമേൻ നിന്നെ ഒന്നും കൂടെ ഓർപ്പിച്ചുണർത്തുന്ന രാത്രി ആമേൻ എന്നും ഓർപ്പിച്ചുണർത്തി ആമേൻ പോകുന്നവനല്ല. ആ മമ്രയുടെ തോപ്പിൽ ഇരുന്ന അബ്രഹാം ഹല്ലേലൂയ വീണ്ടും ആമേൻ അവൻ കേട്ട വാഗ്ദത്തം ആമേൻ ഓർപ്പിക്കുവാൻ തക്ക വിധത്തിൽ ദൂതന്മാർ വന്ന് അന്ന് ഹല്ലേലൂയ ആ ഒന്നും കൂടെ അത് ആമേൻ ഓർപ്പിച്ചുണർത്തി അടുത്ത ആണ്ടിൽ ഹല്ലേലൂയ. ഇതാ ഇനി ദീർഘകാലമില്ല കേട്ടോ, ഇനി ദീർഘകാല കാത്തിരിപ്പില്ല കേട്ടോ. നീ ആമേൻ കേട്ട വാഗ്ദത്തം നിറവേറത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. പിന്നീട് അബ്രഹാമിനെ ആ വിഷയത്തിൽ ഓർപ്പിച്ചുണർത്തുവാൻ ഒരു ദൂതനെയും ദൈവം ഇറക്കിയില്ല. ഇന്ന് രാത്രി അതെ നീ കേട്ട വാഗ്ദത്തം നിറവേറുന്ന ആമേൻ അതെ രാത്രിയായി ഇന്ന് രാത്രി മാറ്റപ്പെടുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ആമേൻ ദൈവജനമേ, നീ ഒറ്റയ്ക്കല്ല. നീ കടന്നു പോകുന്ന ഈ ആമേൻ അതെ നദിക്കകത്ത് ഹല്ലേലൂയ ഈ വെള്ളത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ആമേൻ ആഴി അറിയത്തില്ല, നിലയില്ല, ആമേൻ താണു പോകുകയാ. ഈ വിഷയത്തിനകത്ത് നിന്ന് ആമേൻ ഈ പ്രതികൂലത്തിനകത്ത് നിന്ന് ആരെന്നെ അതെ ഉയർത്തും? ഈ കടക്കണിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ആമേൻ ഈ മഹാമാരിക്കകത്ത് നിന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത് നിന്ന് ആമേൻ ഈ മാനസിക അസ്വസ്ഥതയ്ക്കകത്ത് നിന്ന് ഈ ഞെരുക്കത്തിനകത്ത് നിന്ന് ആമേൻ എന്നെ ആര് ആമേൻ കൈപിടിച്ചുയർത്തുമെന്ന് ചിന്തിച്ച് നീ താണുപോയി അതെ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ആ വിഷയത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ലെന്ന്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇന്ന് രാത്രി അതെ നിന്നെ ഉറപ്പിക്കുകയാ. നീ ഒറ്റയ്ക്കല്ല, ഈ വെള്ളം നിന്നെ മുക്കത്തില്ല, ഈ നദി നിന്റെ മേൽ കവിയത്തില്ല. കാരണം ആമേൻ നദിയെ അതിജീവിച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ നദിക്കകത്ത് ആമേൻ അകപ്പെട്ട് തീർന്നു പോകുവാൻ ഇറങ്ങി വന്നവനല്ല. ആമേൻ നദിക്കകത്ത് അകപ്പെടുന്നവരെ ആമേൻ കൈപിടിച്ചുയർത്തി മാനിപ്പാൻ ശക്തനായവനാണ്. 2020 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവനാണ്. ആമേൻ ഈ സാഹചര്യത്തിൽ നിന്റെ കൂടെയുള്ളത്. ഇന്ന് രാത്രി നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാറണം. ഹല്ലേലൂയ. ആമേൻ നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ലെന്ന്. ഈ പ്രശ്നത്തിനകത്തൂടെ നീ കടന്നു പോകുമ്പോഴും ആ പ്രശ്നം നിന്റെ മേൽ അതെ കവിഞ്ഞ് നീ അതിനകത്ത് അമർന്നു പോകുക എന്ന് പറഞ്ഞാൽ ബുൾഡോസർ അതെ കേറി
അമങ്ങിപ്പോകുന്നത് പോലെ കഥഞ്ഞ് അലയുവാൻ അത് അനുവദിക്കുന്നവനല്ല ഇന്ന് രാത്രി നിന്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ആമേൻ. നീ ദൈവദാസനാണോ? നീ ദൈവദാസിയാണോ? ആമേൻ. നീ ദൈവത്തിന്റെ പൈതലാണോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആമേൻ, നീ ഹല്ലേലൂയ പ്രശ്നത്തിനകത്ത് നീ അമർന്നു പോകുവാൻ, ഞെരിഞ്ഞ് അമർന്ന് ഇല്ലാതാകുവാൻ അനുവദിക്കത്തില്ല. കാരണം അവൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് ആമേൻ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആമേൻ. ആ വിഷയത്തിനകത്ത്, ആ പ്രശ്നത്തിനകത്ത് ആമേൻ ഒലിച്ചു പോകുമെന്ന് ചിന്തിച്ചതാ, തകർന്നു പോകുമെന്ന് ചിന്തിച്ചതാ. പക്ഷെ നീ ഒറ്റയ്ക്കായിരുന്നില്ല. ഇന്ന് രാത്രി അതേ വചനം പറയുന്നു, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. ഹല്ലേലൂയ. ആമേൻ. അതേ തീക്കകത്തൂടെ കടന്നു പോകേണ്ട സാഹചര്യം ദൈവ പൈതലെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു നീക്കുപോക്ക് ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രി അത് തീക്കകത്ത് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നിലൂടെ ലോകം കാണുക വെളിപ്പെടുത്തുക ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ഈ നദിക്കകത്ത് നീ ഒലിച്ചു പോകാഞ്ഞത്, ഈ നദി നിന്റെ മേൽ കവിഞ്ഞ് നീ ആമേൻ തകർന്നു പോകാഞ്ഞത്, ആമേൻ ഈ വെള്ളം നിന്നെ മുക്കിക്കളയാഞ്ഞത്, ഈ തീച്ചുള നിന്നെ ദഹിപ്പിക്കാഞ്ഞത്, ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സമപ്രായത്തിലുള്ളവർ പലരും ഈ വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ, ആമേൻ ഈ തേക്കകത്ത് വെന്തുപോയപ്പോൾ, ആമേൻ സമാനമാകുന്ന വിഷയങ്ങൾക്കകത്ത് അകപ്പെട്ടു പോയപ്പോൾ, യൗവനക്കാര അതിനകത്ത് ആമേൻ നീ അകപ്പെട്ട് തകർന്നു പോകുക ശത്രു കെണിയൊരുക്കിയപ്പോൾ ആ കെണിക്കകത്ത് പെടാതെ കണ്ട് ആമേൻ നീ തലനാരിക്ക് രക്ഷപ്പെട്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉള്ളത് കൊണ്ടാ, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ കൊണ്ട് ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ്, അതെ ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ആ ബാലന്മാരുടെ വെളിപ്പെടുത്തുവാൻ അതെ മുൻ കണ്ട ദൈവം ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസം അവരുടെ മേൽ പകരുവാൻ എന്ന് രാത്രിയിലും ഈ പ്രതികൂലത്തിനകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത് അവൻ ഉറച്ചു നിൽക്കുവാനുള്ള ഉയരത്തിന് അഭിഷേകം വിശ്വസിക്കുന്ന നിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗം പകരുന്ന രാത്രി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അതെ നദികളിലൂടെ ആമേൻ ഹല്ലേലൂയ നീ കടന്നു പോകുമ്പോൾ അവ നിന്നെ മേലെ കവിഞ്ഞ് ഒഴുകാത്ത വിധത്തിൽ ഹല്ലേലൂയ. ആമേൻ നീ അഗ്നിയിലൂടെ നടക്കുമ്പോൾ ഹല്ലേലൂയ അത് നീ വെന്തു പോകാതെ, ആ തീ നിന്നെ ദഹിപ്പിക്കാതെ ഹല്ലേലൂയ അത് നിന്റെ കൂടെ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഹല്ലേലൂയ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ ഇന്നലകളിൽ അനുഭവിച്ചവർ മൗനമായിരിക്കരുതേ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ സത്യം ആമേൻ ഒരുപക്ഷെ ഇന്നലകളിൽ ഈ യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ. തലമുറകളോട് പറയുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ, കൂടപ്പുറപ്പിനോട് പറയുവാൻ കഴിയത്തക്ക വിധത്തിൽ, ആമേൻ നിന്റെ രാജ്യത്തോട്, നിന്റെ ദേശത്തോട്, ആമേൻ നിന്റെ ജീവിത പങ്കാളിയോട് ആമേൻ നിനക്ക് പറയുവാൻ കഴിയത്തക്ക വിധത്തിൽ ഇന്നലകളിൽ നീ ആയിരുന്നെടുത്ത് ആമേൻ നിന്റെ മീതെ അതേ പെരുവെള്ളം അതേ ഒഴുകി അതേ നിന്നെ കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ആമേൻ പ്രശ്നങ്ങൾ നീ അതിജീവിച്ചു വന്നത് ആമേൻ നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ പ്രാപ്തി കൊണ്ടോ, നിന്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. ജീവന്റെ സാക്ഷിയായി ഇന്ന് രാത്രിയിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. കാരണം ആമേൻ സംസാര ശേഷിയില്ലാതിരുന്ന എനിക്ക് ആമേൻ 13 വയസ്സിൽ ഒരു വലിയ ഓപ്പറേഷൻ വിധേയനായി അത് തീർന്നു എന്ന് പറഞ്ഞെടുത്ത്, ജീവിതത്തിൽ തലമുറകളെ കാണുവാൻ ഭാഗ്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ആമേൻ അതേ സംസാര ശേഷിയും ആയുസ്സിനെ ദീർഘമാക്കിയും ആമേൻ 1 അല്ല 2 തലമുറയിൽ തന്ന് കുടുംബത്തോടുകൂടെ ആമേൻ ഈ കർത്താവിനെ സാക്ഷീകരിപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവം ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീച്ചുളയുടെ അനുഭവം ഉണ്ടായിരുന്നു, ആമേൻ നദിയുടെ അനുഭവം ഉണ്ടായിരുന്നു, പെരുവെള്ളത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ആമേൻ അത് ഒറ്റയ്ക്ക് വിടാതെ എന്നോട് കൂടെ ഇരുന്ന് എന്നെ നാളിതുവരെ നടത്തിയ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ആമേൻ എന്റെ ശബ്ദത്തിലൂടെ ആമേൻ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ
സാന്നിധ്യം അനുഭവിക്കുന്ന ആമേൻ മാതാവേ, പിതാവേ, അഭിഷക്തനെ, കുഞ്ഞെ, യൗവനക്കാരി ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്നലകളിൽ ഹല്ലേലൂയ നീ നടന്നുപോയ പാതയിൽ, നീ ആയിരുന്ന ദേശത്ത്, രാജ്യത്ത്, ഭവനത്തില് ഹല്ലേലൂയ അനർത്ഥങ്ങൾ ഇല്ലാതില്ലായിരുന്നല്ലോ. അനർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്തു നിന്നല്ല ദൈവം നിനക്ക് അതേ നീക്കുപോക്ക് നൽകി. നാളിതുവരെ നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഇന്ന് രാത്രി എങ്ങനെ മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിലരോടുള്ള ബന്ധത്തിൽ ഈ സത്യം അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെയുള്ള കഷ്ടതകളിലൂടെയോ പ്രതികൂലങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ കടന്നു പോകേണ്ടി വന്നാൽ നീ ധൈര്യവും ഉറപ്പുള്ളവനുമായി മാറണം. അവിടെ നീ ഒറ്റയ്ക്കല്ല. ഈ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിട്ടും ഈ കഷ്ടത മാറുന്നില്ലല്ലോ, ഈ വേദന മാറുന്നില്ലല്ലോ, ഈ പ്രയാസം മാറുന്നില്ലല്ലോ. ആമേൻ, അതെ മാറുകയാ. ആമേൻ, ഇതിനകത്തൂടെ നീ മറുകര എത്തി. അതെ, നീ ഒരു സാക്ഷിയായി, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചറായി, ഹല്ലേലൂയ, ആമേൻ, നീ ഒരു വിലയുള്ളവനായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അത് ഈ സിഗ്നേച്ചറിന് വിലയുണ്ടല്ലേ? ഹല്ലേലൂയ. അതുപോലെ നിന്നിലൂടെ ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഈ കഷ്ടതയ്ക്കകത്ത് നീ ഒറ്റയ്ക്ക് ആമേൻ തീർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്നോട് കൂടെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നാളിതുവരെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇസ്രായേൽ ജനത്തിന്റെ ആമേൻ അതേ ജീവിതത്തെ കുറിച്ച് നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, ആമേൻ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങളിൽ മോശ ആമേൻ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആമേൻ കഷ്ടതയുടെ അതേ ആ നടുവിൽ അവരായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവർ സങ്കടപ്പെട്ടു. ഹല്ലേലൂയ. അവർ നിലവിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സങ്കടപ്പെട്ട് നിലവിളിക്കുന്ന ആരൊക്കെയോ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കടങ്ങളെ കാണുന്ന ഒരു സ്വർഗം ഹല്ലേലൂയ മോശയിലൂടെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആമേൻ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ കഷ്ടപ്പെടുന്ന തീച്ചൂളയുടെ സമാനമായ അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ കഷ്ടത ആമേൻ മാത്രമാണ്. അവർ അധ്വാനിക്കുന്നുണ്ട്, അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള വേതനം കിട്ടുന്നില്ല. ആമേൻ അതെ, അവരുടെ തലമുറകളുമായി സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ അവരിപ്പോൾ മിസ്രൈമിൽ ഫറവോന്റെ അടിമകളായി കഴിയുകയാണ്. ഇന്ന് രാത്രി ആരുടെയൊക്കെ അടിമയെ പോലെ കഴിയേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഇരിക്കുന്ന ആമേൻ ഹൃദയങ്ങളോട് സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ ഇടപെടുകയാണ്. അതെ, ആ യോസെഫിനെ അറിയാത്തൊരു ഫറവോൻ ഹല്ലേലൂയ നോക്കണമേ, അവിടെ ഇഷ്ടിക ചൂളയിൽ പണിയെടുത്ത് ആമേൻ അവർക്ക് വേതനം വീണ്ടും പോലെ കിട്ടുന്നില്ലെന്ന്, ശമ്പളം കിട്ടുന്നില്ലെന്ന്, സാലറി പിടിച്ചു വെച്ചിരിക്കുകയാണത്. ഇന്ന് രാത്രി അയ്യോ ആരോ അങ്ങനെ പറയുന്നു, ആമേൻ എനിക്ക് ആമേൻ ലഭിക്കേണ്ട നന്മ പിടിച്ചു വെച്ചിരിക്കുകയാ, എനിക്ക് കിട്ടേണ്ട ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെന്ന്. ഇന്ന് രാത്രി അവയെ പിടിച്ചു വെച്ചിരിക്കുന്നവന്റെ ആമേൻ അതെ അധീനതയിൽ കിടക്കുന്ന ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന ദൈവം ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിലൂടെ ഇവിടെ ഇറങ്ങി വന്നു. ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ഇടയാകാത്ത വിധത്തിൽ ഹല്ലേലൂയ പിശാചിന്റെ പദ്ധതിയെ ആമേൻ ഇല്ലാതാക്കി ആമേൻ നായകനായി മുമ്പിൽ നിന്ന് അത്ഭുതകരമായി തന്റെ ജനത്തെ മുമ്പോട്ട് നടത്തുവാൻ ശക്തനായവൻ തന്റെ ആത്മാവിനെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആമേൻ അതെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി മൈലുകൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്ത് ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. ആമേൻ പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ കഴിയാത്ത ദൈവസഭ സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒതുക്കുവാൻ അല്ല, അവന്റെ ഡെഡ് ബോഡി പോലും ആമേൻ ഇനി പുറത്ത് ആരും എടുക്കരുതെന്ന് ചിന്തിച്ച റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അടച്ചു പൂട്ടി തീർന്നില്ല. ആമേൻ സീല് വെച്ചു തീർന്നില്ല.
2 പടയാളികളെ നിർത്തി. തീർന്നില്ല, ഭാരമേറിയ കല്ലുരുട്ടി വെച്ചു. എന്നാൽ ഇമ്പീരിയൽ മുദ്രയ്ക്കോ ആമേൻ പടയാളികൾക്കോ ഭാരമേറിയ കല്ലിനെയോ എന്റെ കർത്താവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഹല്ലേലൂയ ആമേൻ ആ കല്ലറയെ ഭേദിച്ച് അരിമനാഥൻ ഉയർത്തെഴുന്നേൽക്കത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശക്തി അതെ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഒതുക്കുവാൻ ഈ ലോകത്തിലെ ഒരു തന്ത്രങ്ങൾക്കോ ഒരു മന്ത്രങ്ങൾക്കോ ഒരു അധികാരത്തിനോ കഴിയത്തില്ല. ഇന്ന് രാത്രി ആ ഉയർപ്പിന്റെ ശക്തി അവയെ നിന്റെ മേൽ പകർന്ന് നിന്നെ ജയത്തോടെ നടത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്താ വിശ്വാസം? ഈ മന്ദിരം പൊളിച്ച 3 നാൾ കൊണ്ട് പുതുക്കി പണിയും. അതത്ര വിശ്വാസം. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ആമേൻ. അതെ, നിന്നെ പൂട്ടുവാൻ നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനെ അത്രേ ഞാനും നീയും അതെ ഫോളോ ചെയ്യുന്നത്, ഞാനും നീയും സേവിക്കുന്നത്, ഞാനും നീയും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയത്തക്ക വിധത്തിൽ തന്റെ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ജയത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ തന്റെ ആമേൻ മക്കളെ ആദ്യം മുമ്പോട്ട് നയിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവരെ പിന്തുടർന്ന് ആമേൻ അവരെ ഇല്ലാതാക്കുവാൻ അതെ ഭീഷണി മുഴക്കി ആ രഥത്തിൽ കയറി വരുന്നവരുടെ മുമ്പിൽ ഓടുവാനുള്ള ശേഷിയില്ല. കാരണം ഇന്നലകളിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശരീരം മുഴുവൻ ആമേൻ പോഷകമില്ലാത്ത ആഹാരം കഴിച്ച് ആമേൻ ആരോഗ്യമില്ലാതെ ആയിരിക്കുന്ന ജനത്തെ പിന്തുടർന്ന് തകർക്കുവാനായി അതെ പുറകെ വരുന്ന ഫറവോന്റെ സൈന്യവും ഹല്ലേലൂയ മുമ്പിൽ ഇതാ ചെങ്കടലും ഹല്ലേലൂയ ആമേൻ. ജനത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ മോശ എന്ന് പറയുന്ന അഭിഷക്തൻ ഹല്ലേലൂയ കൈനീട്ടിയെന്ന് യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇന്ന് രാത്രി ഹല്ലേലൂയ അന്ന് രാത്രി മുഴുവൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തരെ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ തടസ്സമായി നിൽക്കുന്ന കടലിനെ സ്വർഗം 2ആക്കി വിഭജിക്കുന്ന രാത്രിയായി മാറുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അതേ കഷ്ടത കണ്ട് അതേ നിലവിളി കേട്ട് അതേ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന് ആമേൻ പുറപ്പെടുവിക്കുന്ന മുമ്പിലുണ്ടെങ്കിൽ ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അതെ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ മോശ കടലിന്മേൽ കൈനീട്ടി. ഹല്ലേലൂയ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ 2ആയി മാറുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതേ മാതാവേ, അതേ സഹോദര, അതേ കുഞ്ഞെ, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ തടസ്സങ്ങൾ ഇന്ന് രാത്രി വിഭജിക്കപ്പെടുകയാണ്. നിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന ആ പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി 2ആയി വിഭജിക്കപ്പെടുകയാണ്. അമ്മൻ പറഞ്ഞ് കരമടിച്ച് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ആമേൻ. ഏത് പ്രതികൂലമാണോ അതിന്റെ നടുവിലൂടെ ആമേൻ നിന്നെ മറുകര കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവരുടെ ഇടത്തും വലത്തുമുള്ള വെള്ളം മതിലായി നിന്നു. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുവാൻ പിന്തുടരുന്ന ശത്രുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ അതെ ആരും കാണാത്ത വഴി തുറന്ന് ഹല്ലേലൂയ ആമേൻ ശത്രുവിന്റെ മുമ്പിൽ അതെ പരാജയപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ ജയാളിയായി മുമ്പോട്ട് പോകുവാൻ ആമേൻ നിനക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അവന്റെ വചനം വിശ്വസിക്കുന്നവർ, അവൻ ഏറ്റെടുത്ത് ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ആ തടസ്സങ്ങൾ മാറുകയാണ്, ആ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്, ആമേൻ. ആ പ്രതികൂലങ്ങൾ നീങ്ങുകയാണ്. അതേ സഹോദര, അതെ ആ ജോലി സ്ഥാപനത്തിൽ അതെ നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത് നീ അനുഭവിക്കുന്ന
ഞെരുക്കത്തിനകത്ത് സ്വർഗത്തിന്റെ ഇടപെടൽ ഇന്ന് രാത്രി ആമേൻ ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ആമേൻ കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുന്ന, കർത്താവിന്റെ വചനത്തിൽ മാത്രം വേരൂന്നി ജീവിക്കുന്ന, അത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. ഇത് ഭംഗിവാക്ക് പറയുകയല്ല. ആമേൻ അതെ വിമർശിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഇത് സോഷ്യൽ മീഡിയയിലൂടെയാ പറയുന്നതെന്നും എനിക്കറിയാം. ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ പുസ്തകം ആമേൻ 3-ാം അധ്യായം 14-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇരു കരയും കവിഞ്ഞൊഴുകുന്ന മരണ യോർദാൻ. ഹല്ലേലൂയ. ആമേൻ കടപ്പാൻ. ഹല്ലേലൂയ. തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. ഇന്ന് രാത്രി കൂടാരം അടിച്ചിരിക്കുന്നിടത്ത് നിന്ന് ആമേൻ അപ്പുറത്തേക്ക് പോകുവാൻ, ആമേൻ അത് വിളികെട്ട് അപ്പുറത്തേക്ക് പോകുവാൻ, ആമേൻ ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അതേ ഞെരുക്കങ്ങളിൽ ഇരിക്കുന്ന, അതേ അനുഭവത്തിൽ ആയിരിക്കുന്നവർ ഒരു വിശാലതയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ആ വിശാലതയ്ക്ക് അപ്പുറം ആമേൻ അതേ സന്തോഷകരമായ ജീവിതം, ആനന്ദകരമായ അനുഭവം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ അത് ഇരുകരയും കവിഞ്ഞൊഴുകുന്ന മരണ യോർദാൻ. ഹല്ലേലൂയ. എന്നാൽ അതേ മരണ യോർദാൻ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. അതേ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പേ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. ഹല്ലേലൂയ. ആമേൻ. കൊയ്ത്ത് കാലത്തേക്കെയും യോർദാൻ തീരമല്ല കവിഞ്ഞൊഴുകും. ആമേൻ. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് ആമേൻ മുങ്ങിയപ്പോ ഹല്ലേലൂയ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഹല്ലേലൂയ. സാരാത്തിന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. ആമേൻ. അരബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അന്ധകാരത്തിൽ കടന്ന എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് അതെ വിളിച്ചവന്റെ ആമേൻ അതേ പാത പിൻപറ്റുന്ന ആമേൻ അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ, ദാസിമാരെ, മാതാവേ, പിതാവേ, ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ആമേൻ കർത്താവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ഞാനും നീയും പ്രാർത്ഥനയാകുന്ന പെട്ടകം, ആമേൻ ദൈവവചനമാകുന്ന പെട്ടകം, ഹല്ലേലൂയ, ആമേൻ ചുമ്മിക്കൊണ്ട് വിശ്വാസത്തോടെ അത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ആമേൻ യോർദാനിൽ തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. യോർദാൻ മറുകര എത്തുവാൻ തക്കവണ്ണം അതിനെ വിഭജിക്കുന്നവർ ഇന്ന് രാത്രി കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത ഹല്ലേലൂയ. ആരുടെ കാല് വെള്ളത്തിൽ ഊന്നിയപ്പോഴാ? ആമേൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ. ഹല്ലേലൂയ. നിനക്ക് പെട്ടകം ചുമക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നിനക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നിനക്ക് ദൈവസന്നിധിയിൽ വചനം വായിക്കുവാൻ കഴിയുമോ? നിനക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിക്കുവാൻ കഴിയുമോ? നിനക്ക് ഉപവസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എനിക്കിതിനൊന്നും സമയമില്ലെന്നേ, ഞാൻ വേണമെങ്കിൽ കുറെ കാശ് എന്ത് ചെയ്യാം തരാം. എനിക്ക് വേണ്ടി ഉപവസിച്ചോണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, എനിക്ക് വേണ്ടി എന്ത് ചെയ്തോണം? ഹല്ലേലൂയ ഇടിവിൽ നിന്നോണം. ഹല്ലേലൂയ. നോക്കണമേ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് പുരോഹിതന്മാരെന്ന് പറയുന്നത് ദൈവം ആമേൻ സെലക്ട് ചെയ്താക്കി വെച്ചവരാ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ സെലക്ട് ചെയ്തവർ ഇല്ല. ആമേൻ. അന്ധകാരത്തിൽ കടന്ന എല്ലാവരെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത. അപ്പൊ ആ ലിസ്റ്റിനകത്ത് ആരൊക്കെ ഉണ്ട്? സഹോദരി നീ ഉണ്ടെന്ന്, സഹോദര നീ ഉണ്ടെന്ന്, അമ്മാമേ, കൊച്ചമ്മേ, അപ്പച്ചോ, എല്ലാരും ഉണ്ടെന്ന്. ഇന്ന് രാത്രി കുഞ്ഞാണെന്നും പറഞ്ഞ് ഉഴപ്പിയിരിക്കരുത്. പല്ലുപോയ അമ്മൂമ്മയാണെന്നും പറഞ്ഞ് അയ്യോ തല നരച്ചതാ, ഇനിയിപ്പോ എന്നെ ആര് കാണാനാ എന്ന് ചിന്തിച്ച് ഇല്ലല്ലോ, അയ്യോ ഡൈ അടിച്ച്
ബ്യൂട്ടി പാർലറിൽ പോയി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ഇന്ന് രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, കരയുവാൻ, ഹല്ലേലൂയ, ആരാധിക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കുവാൻ, വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആമേൻ ദൈവവൈതലായി മാറിയ ദൈവവൈതലെ ആർക്കും ഒരു എക്സ്ക്യൂസും പറയാനില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? ആമേൻ അന്ധകാരത്തിലല്ലായിരുന്നോ? ഹല്ലേലൂയ. തപ്പിത്തടയല്ലായിരുന്നോ? അവിടെ നിന്ന് ആമേൻ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ വിളി കേട്ട് ആ നല്ല നായകനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് താങ്കളെങ്കിൽ, ഹല്ലേലൂയ, അതെ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് താങ്കളുടെ കാല്, ഹല്ലേലൂയ, ഈ പുരോഹിതനായി മാറിയവന്റെ കാല് യോർദാന്റെ ആമേൻ അതെ കരയിൽ വെച്ചപ്പോ, ഹല്ലേലൂയ, ആ വെള്ളത്തിൽ വെച്ചപ്പോ ഇരുകരയും കവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്ത് ചെയ്തു? രണ്ടായി. ഹല്ലേലൂയ. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഇന്ന് രാത്രി ചില ഒഴുക്കുകൾ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് നിന്റെ കാശ് കൊടുത്ത് നിനക്ക് വേണ്ടി ആമേൻ ഇരിക്കുന്ന പുരോഹിതന്റെ കാലല്ല, നിന്റെ അതേ യാത്രയ്ക്ക്, നിന്റെ അഭിവൃദ്ധിക്ക്, നിന്റെ ഉയർച്ചയ്ക്ക്, ഹല്ലേലൂയ, തടസ്സമായി അതേ ഇരു കരയും കവിഞ്ഞൊഴുകുന്ന ആ മരണകരമായ അനുഭവം, ആ യോർദാൻ നിൽക്കണമെങ്കിൽ നീ ഒന്ന് ആമേൻ പെട്ടകം ചുമത്തണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എനിക്കറിയാം ആമേൻ വരത്തില്ലെന്ന്, ഗ്ലോറി വരത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ വേണമെങ്കിൽ കാശ് തരാനേ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അങ്ങനെ ഒരു പരിപാടി തമ്പുരാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാ ആമേൻ തമ്മിൽ എന്ത് ചെയ്യാം? ഭാരങ്ങൾ എന്ത് ചെയ്യാം? പങ്കുവെക്കാം. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് താൻ മനസ്സിലാക്കിയപ്പോ, ഹല്ലേലൂയ, അക്കാലത്തെ പുരോഹിതനായിരിക്കുന്നവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട്, ഹല്ലേലൂയ, ദാനിയേൽ പറഞ്ഞില്ല, അയ്യോ എനിക്കെതിരെ രേഖ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ലീവില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു 21 ഇരിക്കണം, ഞാൻ വേണമെങ്കിൽ എന്തൊക്കെ വേണമെങ്കിലും തരാം. അയ്യോ, എന്തൊക്കെ തരാം? കാറ് വേണോ? വീട് വേണോ? ആഹാരം വേണോ? ശാപ്പാടിനുള്ള വക വേണോ? എന്ത് വേണേലും തരാന്ന്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അതേ പതിവ് പോലെ ചെയ്തു വന്നതുപോലെ തന്റെ വീട്ടിൽ ചെന്ന് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് മുട്ടുമടക്കി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ സ്വർഗത്തിലെ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചു. പക്ഷേ പാഴ്സി രാജാവ് അതിനെ തടഞ്ഞു. അവൻ എണീറ്റില്ല. ആ മറുപടി വരുന്നത് വരെ അവൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തയ്യാറായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് വചനത്തിൽ ഉറയ്ക്കുക. ഹല്ലേലൂയ. ആമേൻ. ചിലര് ചോദിക്കാറുണ്ട്, ഈ പ്രാർത്ഥന റിക്വസ്റ്റ് എന്തിനാ ചോദിക്കുന്നത്? ആമേൻ, എന്തിനാ? കാശുണ്ടാക്കാനാണോ? ആമേൻ, അതെ, പ്രാർത്ഥനാ വിഷയമൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആമേൻ വലിയ ആളാകാനാണോ? ഒന്നുമല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ ആമേൻ പത്രോസിനു വേണ്ടി ആമേൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനിടയായി. എന്താ കാര്യം? ആമേൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ അതെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ പാറ്റിക്കളയുവാൻ പിശാച് എന്ത് ചെയ്തു? അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇടിവിൽ നിന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആമേൻ തമ്മിൽ ഹല്ലേലൂയ അതെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. മാത്രമല്ല, ഹല്ലേലൂയ, യാക്കോബിനെ കൊന്നതിന്റെ പിറ്റേന്ന് ഹല്ലേലൂയ അതെ ആ പത്രോസിനെയും അത് തലചേദിക്കുവാനായി കാരാഗ്രഹത്തിൽ പിടിച്ച് ഇട്ടിരിക്കുകയാണെന്ന് അതെ അറിഞ്ഞപ്പോ സഭ കടന്ന് കൂർക്കം വലിച്ചുറങ്ങിയെന്നല്ല, ശ്രദ്ധയോടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ചില പ്രാർത്ഥന വിഷയങ്ങൾ അത് ലഭിച്ചു കഴിയുമ്പോൾ ആമേൻ സഭ, ഏതാ സഭ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ആ ദൈവസഭയുടെ നാഥൻ സ്ഥാപിക്കപ്പെട്ട സഭ. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും കൂട്ടി ആമേൻ ഉണ്ടാക്കിയ ലേബലിൽ അറിയപ്പെടുന്ന സഭയുടെ പേരല്ല ഞാൻ പറയുന്നത്.
തെറ്റിദ്ധരിക്കരുത്. എ മുതൽ ഇസഡ് വരെ തിരിച്ചും മറിച്ചും ആമേൻ എങ്ങനെയെല്ലാം വളച്ച് ആമേൻ ഉണ്ടാക്കാമോ അങ്ങനെയുള്ള ലേബലിൽ കാണുന്ന സഭയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ നാഥൻ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സഭയ്ക്കൊക്കെ ആമേൻ ഒറ്റ പേരേ ഉള്ളൂ, ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. ആമേൻ ദൈവസഭ. ഹല്ലേലൂയ. ആമേൻ ഇന്നറിയപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ ചേർത്ത് കാണുന്ന സഭയുടെ കാര്യമല്ല പറഞ്ഞേ. ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ. ഹല്ലേലൂയ. ആ സഭയുടെ അംഗമായി അതെ മാറുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഉറപ്പുള്ളവരായിക്കോ. ചെങ്കടൽ വിഭജിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യോർദാൻ മറുകര കാണുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ പട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ കൂടെ ഇരുന്ന ദൈവം രാജകീയ പുരോഹിത വർഗമായി ജീവിക്കുവാൻ അന്ധകാരത്തിൽ കിടന്ന് ആമേൻ എന്നെയും നിങ്ങളെയും അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ആ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ ഇന്ന് രാത്രി ലോക അവസാനത്തോളം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി അവൻ യോർദാൻ അതെ അക്കരെ കാണുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്നവൻ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താക്കണം. ഹല്ലേലൂയ. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇന്ന് രാത്രി അതെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സഹോദരി സഹോദര നിന്നെ ഉറച്ചു നിൽക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നിന്നെ ഉറപ്പിച്ചു നിർത്തി മാനിക്കുന്ന ദൈവമാണ് മൊർദെഖായിയുടെ ദൈവം. ഹല്ലേലൂയ. മൊർദെഖായിയുടെ വളർച്ചയും മൊർദെഖായിയുടെ മാന്യതയും കണ്ട് സഹിക്കാൻ പറ്റാത്ത ഹാമാൻ ഹല്ലേലൂയ ഒരുക്കിയ കഴുമരത്തിനകത്ത് വധിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി നിന്നെ ഉറപ്പിക്കാതെ നിന്നെ തള്ളി മാറ്റി നിന്നെ നിലംപരിചയാക്കാൻ നോക്കുന്ന ചില അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ തകർന്നു വീണ് അവിടെ നീ ഉറയ്ക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിക്ക് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ നടന്നുപോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അന്ധകാര നിബിഡമായ ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ സെലക്ട് ചെയ്ത് മുൻ കണ്ടവരെ വിളിച്ചും വേർതിരിച്ചും ശുദ്ധീകരിച്ചും കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സ്നേഹിത ഒരു ശുദ്ധീകരണം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ വിശുദ്ധനായ ദൈവത്തിന്റെ പാത പിൻപറ്റുവാൻ സെലക്ട് ചെയ്തത് കൊണ്ട് അവൻ നിന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിളങ്ങുന്ന മുത്തായി മാറുവാൻ ഹല്ലേലൂയ നീ മൂല്യമുള്ളതായി നീ വിലയുള്ളതായി കാണുവാൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വെള്ളത്തിന് നിന്നെ മുക്കാൻ പറ്റത്തില്ല, നദിക്ക് നിന്റെ മേൽ കവിയാൻ പറ്റത്തില്ല, തീച്ചൂളയ്ക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവനാമം നിന്നിലൂടെ മഹിമപ്പെടുവാൻ ദൈവം നിന്നെ മുൻകണ്ടിരിക്കുകയാ. അതുകൊണ്ടാ ഇന്നലകളിൽ ഉണ്ടായ പെരുവെള്ളത്തിനകത്ത് നീ തീർന്നു പോകാഞ്ഞത്, ആ അഗ്നിജാലയ്ക്കകത്ത് നീ വെന്തു പോകാഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നെബൂഖദ്നേസർ നിന്നെ കോപം ഒഴുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കെതിരെ കോപം ഒഴുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കോപത്തോട് പെരുമാറുന്നവരുണ്ട്, കോപത്തോട് സംസാരിക്കുന്നവരുണ്ടെന്ന്. അതേ സഹോദരി നിന്റെ വീട്ടിലുണ്ടെന്ന്, അതേ കൂടപ്പറപ്പേ നിന്റെ നാട്ടിലുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം ഒഴുത്തു. ഹല്ലേലൂയ. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബദ്നോഗിന്റെയും നേരെ മുഖഭാവം മാറി. ചിലരുടെയൊക്കെ മുഖഭാവം നിന്നെ കാണുമ്പോൾ മാറുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ തന്നെ ചിലര് നിന്നെ കാണുമ്പോൾ നെറ്റി ചുളിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിനക്ക് തന്ന കുടുംബവുമായി ദൈവം നൽകിയ സൗകര്യത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ചിലരുടെയൊക്കെ നെറ്റി ചുളിയുക. ഹല്ലേലൂയ. നോക്കണേ, എബ്രയ ബാലന്മാര് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ രാജാവിന്റെ ആ മുഖഭാവം മാറിയെന്ന്. ഇന്ന് രാത്രി ദൈവകൃപയുള്ള നിന്നെ കാണുമ്പോൾ, അഭിഷേകമുള്ള നിന്നെ കാണുമ്പോൾ ചിലരുടെ നെറ്റി ജുളിയോ ചിലരുടെ മുഖഭാവം എന്ത് ചെയ്യും? മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഹല്ലേലൂയ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു.
ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി അതേ ആലോചന പറയുക. ഇന്നലകളിൽ നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കിയവർ പിന്നെയും അതിശക്തമായി പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് നിന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്നെ നോക്കി സ്വർഗം പറയുന്നു, അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. ചുമ്മാ ഹല്ലേലൂയ വിശ്വാസമുള്ള നിന്നെ ഹല്ലേലൂയ ബന്ധിച്ച് ആമേൻ അതെ തീച്ചൂളയ്ക്കകത്ത് ഇട്ടുകളയാനായിട്ട് എന്ത് ചെയ്യുക? കൽപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? അവന്മാര് കെട്ടിയ ബന്ധനങ്ങൾ ആ തീച്ചൂളയ്ക്കകത്ത് ആമേൻ ഇല്ലാതാകുന്നത് അവന്മാരുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ അതെ തീച്ചൂളയ്ക്കകത്ത് എടുത്തെറിയുന്നവന്റെ പദ്ധതിയെ പൊളിച്ച് തമ്പുരാന്റെ പദ്ധതിയുടെ പാഠമാക്കി നിന്നെ മാനിപ്പാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ അവന്മാരുടെ നെറ്റി ചൂടിയുന്നത്. ഹല്ലേലൂയ അവന്മാരുടെ മുഖഭാവം മാറുന്നത്. ഹല്ലേലൂയ ആമേൻ അതെ വലിച്ചു കൊണ്ടുപോയി തീക്കാത്ത തള്ളുന്നവന്മാരുടെ ശരീരം വെന്തുപോയെന്ന് എഴുതിയത്. ഹല്ലേലൂയ അവന്മാര് കെട്ടിയ ആ ചങ്ങലയുണ്ടല്ലോ, ആ ബന്ധിച്ച ചണമുണ്ടല്ലോ, ആ ബന്ധിച്ച കയറുണ്ടല്ലോ, അവന്മാര് കൂട്ടിയ തീക്കാത്ത് എന്ത് ചെയ്തു? ആമേൻ അത് എരിഞ്ഞില്ലാതായെന്ന്. പക്ഷേ ആമേൻ ആ ബന്ധനം തീക്കാത്തഴിഞ്ഞു. ഇന്ന് രാത്രി ആമേൻ നിനക്കെതിരെ ആര് ആമേൻ പ്രശ്നമുണ്ടാക്കുന്നു, ആര് ബന്ധിക്കുന്നുവോ അവരെ കൊണ്ട് തന്നെ അത് അഴിപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നോക്കിക്കേ ആമേൻ അവന്മാരെ കെട്ടിയ ആമേൻ അവന്മാരെ ബന്ധിച്ച ഹല്ലേലൂയ ആരെ? വിശ്വാസ വീരന്മാരെ. ഹല്ലേലൂയ ആ ബന്ധിച്ച ചങ്ങലകൾ എരിഞ്ഞു പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ തീയുടെ ചൂടെന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ആമേൻ അഭിഷക്തന്മാര് ആമേൻ അതെ ഒരു പോറല് പോലും വെക്കാതെ വെളി വന്നു. ഇന്ന് രാത്രി ആമേൻ ശത്രു ബന്ധിച്ചിരിക്കുന്നിടത്ത് തന്നെ ആമേൻ അതിനെ അഴിക്കുവാനുള്ള ക്രമീകരണം സ്വർഗ്ഗം ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഹല്ലേലൂയ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. എത്ര വലിയ നിലയിലാണ്! രാജകൽപ്പന കർശനമായിരിക്കൊണ്ട് ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ട് ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജാല ദഹിപ്പിച്ചു കളഞ്ഞു. ആമേൻ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി സമസ്ത മേഖലകളിൽ ജയാളിയായി ജീവിക്കുക ഉന്നതമായി വിളികെട്ട് ഇറങ്ങിത്തിരിച്ച നിന്നെ കാണുമ്പോൾ നെറ്റി ചുളിച്ച് മുഖഭാവം മാറി നിനക്കെതിരെ അതേ മഹാബലവാന്മാരെ അണിഞ്ഞ് ആമേൻ നിർത്തി ആമേൻ നിന്നെ ബന്ധിച്ച് ആമേൻ നിന്റെ സകല മേഖലകളെയും പൂട്ടി ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ കണ്ണുകളുടെ മുമ്പിൽ ഇതാ അവന്മാര് പൊള്ളി. ഹല്ലേലൂയ അവന്മാര് പരാജയപ്പെട്ടു. ഹല്ലേലൂയ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് ഇന്ന് രാത്രി ഹല്ലേലൂയ അഭിഷക്തനെ നീ വിശ്വസിക്കുക, ഒരു വലിയ പ്രൊട്ടക്ഷൻ, വലിയ ദൈവ സാന്നിധ്യം ആമേൻ ഇന്ന് രാത്രി ആമേൻ അത് ഇസ്രായേലിന് അന്ന് രാത്രി അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പുതിയ നിയമ ഇസ്രായേലെ അവൻ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, നിനക്ക് വേണ്ടി ആത്മാവ് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ അതെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ട് എരിയുന്ന തീച്ചൂളയിൽ വീണു. ഹല്ലേലൂയ കൊണ്ടുപോയവർ വെന്തുപോയി. ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. ഇന്ന് രാത്രി നിനക്കെതിരെ അതേ ശബ്ദമുയർത്തിയവർ, നിനക്കെതിരെ കരുക്കൾ നീക്കിയവർ ഭ്രമിക്കത്തക്ക വിധത്തിൽ ആമേൻ അതേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ക്ഷണത്തിൽ വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവ് എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ 4 പുരുഷന്മാർ അത് കെട്ടടിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിനെ, നിനക്ക് വേണ്ടി 2020 വർഷങ്ങൾക്കപ്പുറം ഇറങ്ങി വന്ന കർത്താവിനെ നിന്നിലൂടെ
ആമേൻ രാജാവ് കാണാൻ പോകുകയാ. നിന്നിലൂടെ നിനക്കെതിരെ അതെ ബന്ധക്കുവാൻ തക്കവണ്ണം കൽപ്പന കൊടുത്തവൻ കാണാൻ പോകുകയാ. നിന്റെ കൂടെ ആയിരിക്കുന്ന ആ വെള്ളത്തിനകത്ത്, ആമേൻ നദിക്കകത്ത്, ആ തീച്ചുളക്കകത്ത് ഇറങ്ങി നിന്നോട് കൂടെ ആയിരിക്കുന്ന കർത്താവിനെ രാജാവ് കാണുവാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ അഭിഷേകന്മാരെ, സഹോദരിമാരെ, കൂടപ്പറപ്പേ, ഞാൻ പറയട്ടെ, നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ആത്മീയ ശുശ്രൂഷയിൽ, നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഒതുക്കാൻ നിനക്കെതിരെ ശബ്ദമുയർത്തിയവരുടെ കണ്ണുകൾ കാണത്തക്ക വിധത്തിൽ, നിന്നോട് കൂടെ അരിമനാഥൻ ഉണ്ടെന്ന് കാണത്തക്ക വിധത്തിൽ, ഈ പ്രശ്നത്തിനകത്ത്, ഈ തൂച്ചൂളക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ ഒരുവനുണ്ടെന്ന് രാജ്യത്തെ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി ചോദിക്കുകയാ. നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, ഇതാ 4ാമത് ഒരുവനും കൂടെ ഉണ്ടെന്ന്. സഹോദരൻ, നീ ഒറ്റയ്ക്കല്ല ദേശത്ത്. സഹോദരി, നീ ഒറ്റയ്ക്കല്ല. അഭിഷക്തനെ, കുഞ്ഞെ, ആ സ്ഥാപനത്തിൽ നീ ഒറ്റയ്ക്കല്ല. ആ രാജ്യത്ത് നീ ഒറ്റയ്ക്കല്ല. ചോദരി, നീ ഒറ്റയ്ക്കല്ല. ആ കട്ടതയ്ക്കകത്ത് നീ ഒറ്റയ്ക്കല്ല. നിന്റെ കഷ്ടപ്പെടുത്തുന്നവർ കാണത്തക്ക വിധത്തിൽ നീ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ. അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ചില ഉന്നതന്മാർ എന്റെ യേശുവിനെ, ഞാനും നീയും ആരാധിക്കുന്ന യേശുവിനെ സ്വീകരിക്കുന്ന കാലമാണിത്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ കട്ടളയ്ക്കകത്ത് എന്തിനാ ചതുരക്കെ, ഈ തീച്ചുളയ്ക്കകത്ത് എന്തിനാ മേശക്കെ, ഈ എരിയുന്ന ഈ തീച്ചുളയ്ക്കകത്ത് എന്തിനാ അപേതനോകെ വീടുവാൻ തക്കവണ്ണം ഇടയായെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമെന്ന്. എന്നിലൂടെ ലോകം കാണുവാൻ ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടു. ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കപ്പെടും? ഹല്ലേലൂയ. ഈ കട്ടളയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത്, ഈ വേദനയ്ക്കകത്ത് സന്തോഷത്തോടെ, ഹല്ലേലൂയ, പ്രത്യാശയോടെ, എന്നിലൂടെ എന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് ദേശം കാണെ, രാജ്യങ്ങൾ കാണെ, രാജാക്കന്മാർ കാണെ ഒന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കും? ഹല്ലേലൂയ, ആമേൻ. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെ. എന്നാൽ പലപ്പോഴും ഹല്ലേലൂയ, ആമേൻ, ആത്മീയ പരീക്ഷണങ്ങളിലും ആത്മീയതയിലും നിന്നുമുള്ള പ്രതികൂലങ്ങളിലും ഹല്ലേലൂയ ഞാനും നിങ്ങളും അകപ്പെടാറുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, എബ്രയ ബാലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ദൈവം അറിയാതെയല്ല ഉണ്ടായത്, ദൈവം അറിഞ്ഞ ഉണ്ടായത്. എന്തിനാണെന്നറിയാമോ? ആ കാലഘട്ടങ്ങളിൽ ആ വെല്ലുവിളിയുടെ നടുവിൽ ആ 3 പേരും ഉറപ്പോടെ നിന്നതുകൊണ്ട് അവരാരാധിക്കുന്ന ദൈവത്തെ ആ ദേശത്തിലെ അധിപന്മാര്, ആ രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാര്, ആ മന്ത്രിമാര്, ഹല്ലേലൂയ, സ്ഥാനാധിപതിമാര് ഒക്കെ അറിയത്തക്ക വിധത്തിൽ ഹല്ലേലൂയ, ആമേൻ, ഒരു അത്ഭുതം ആമേൻ ആ ബാലന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി സേവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ആമേൻ, ആരാധിക്കുന്ന ദൈവം, സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവം ജീവിക്കുന്നുവെന്ന് ഹല്ലേലൂയ തൻ്റെ മക്കളിലൂടെ, തന്നെ അനുഗമിക്കുന്നവരിലൂടെ അന്നും ഇന്നും വെളിപ്പെടുത്തുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി യേശു ജീവിക്കുന്നുവെന്ന് പ്രസംഗത്തിലൂടെ മാത്രമല്ല, ആമേൻ, എഴുത്തിലൂടെ മാത്രമല്ല, പാട്ടിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ വിളിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ ദൈവജനമേ, വിളി കേട്ടിറങ്ങിത്തിരിച്ച ആമേൻ എന്നിലൂടെ നിന്നിലൂടെ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ദേശത്തിന്റെ അധിപതിമാർ കാണത്തക്ക വിധത്തിൽ, രാജാക്കന്മാർ കാണത്തക്ക വിധത്തിൽ, മന്ത്രിമാർ കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 66-ാം സങ്കീർത്തനം ആമേൻ 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 ഇങ്ങനെയാ പറയുന്നത്: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ആരൊക്കെയോ ഇന്ന് രാത്രി ഈ ലൈവിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ഇത് എന്റെ അനുഭവമാണ്. അതേ സഹോദര, അതേ സഹോദരി, അതേ കുഞ്ഞെ, അതേ അഭിഷക്തനെ, ഇതെന്റെ നിങ്ങളുടെ അനുഭവമാണ്. വെള്ളി തീ ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി,
ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഭാരപ്പെടുന്നവരെ ആമേൻ ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം, അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചെയ്തവൻ. ഹല്ലേലൂയ. ആമേൻ. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിമാറാക്കി. അതെ, അയലോക്കക്കാര്, കൂടപ്പുറപ്പ്, അതെ, ഭാര്യ, ഭർത്താവ്, ബന്ധങ്ങള് ഒക്കെ സമർപ്പിക്കപ്പെട്ട നിന്റെ തലയിൽ കയറി ഓടി ഇറങ്ങുന്നത് പോലെ, നിരങ്ങുന്നത് പോലെ സഹോദര, ആ ചൂരച്ചെടിയുടെ തണലിൽ ആമേൻ മതി എന്ന് പറഞ്ഞ ആ ഭക്തനായ ഏലിയാവിനെ പോലെ ആമേൻ ഇവരുമായിട്ടുള്ള ജീവിതം മടുത്തു എന്ന് നീ എത്ര വട്ടം ചിന്തിച്ചു. ഹല്ലേലൂയ. അവിടെയും ഒതുങ്ങിത്തീരുവാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ, നിന്റെ ചിന്തയിൽ നിന്ന് ആമേൻ സ്വർഗീയ ചിന്തയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തിയ സ്വർഗം. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പറയുകയാണ്, ആമേൻ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിക്ത അനുഭവം പേറി ജീവിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉറപ്പിക്കുന്ന, നീ ഉറച്ചോ, നിനക്ക് ഒരു വിശാലതയുണ്ട്, നിനക്കൊരു സമൃദ്ധിയുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചു ഉയർത്തുന്ന സീസൺ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഓപ്പണായി വരികയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ആമേൻ ഒരിക്കലും ഹല്ലേലൂയ ഒരു ദുഷ്ട പിശാചിനും ഹല്ലേലൂയ ഒരു പാതാള ഗോപുരങ്ങൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിശൂന്യതയിൽ ആമേൻ ചില കാര്യങ്ങൾ ആമേൻ ചെയ്യുമെന്ന് ഹല്ലേലൂയ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഹല്ലേലൂയ. അങ്ങനെ കരുതുന്നുണ്ടെങ്കിലും ഒരിക്കലും പിശാചിന് നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാനും നിങ്ങൾ ആ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നത് വരെ, ഏത് ഫിനിഷിംഗ് പോയിന്റാ? ദൈവം വെച്ചിരിക്കുന്ന ഫിനിഷിംഗ് പോയിന്റ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ ഫിനിഷിംഗ് ലൈൻ കടക്കുന്നത് വരെ ആമേൻ, അതെ, ദൈവം നമ്മോട് കൂടെ ഇരിക്കാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലാണ് ആമേൻ നമ്മൾ ആ പ്രാരംഭ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഹല്ലേലൂയ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ന്റെ 15-16 വാക്യങ്ങളിലൂടെ പഴയ നിയമ ഭക്തന്മാരായി ജീവിക്കുവാൻ അവസരം ലഭിച്ചവരോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഇങ്ങനെയാ. ഹല്ലേലൂയ. ആമേൻ. അതെ, മോശ പറയുകയാണ്, അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഹല്ലേലൂയ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുള്ളത് ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, പഴയ നിയമകാലത്ത് ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ഭക്തൻ ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും അകത്ത് നിന്ന് ഉയർന്നു വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് ആമേൻ അതിനെ വില കൽപ്പിക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ ദേശത്ത് കൈവശമാക്കും എന്ന്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ച, ഇങ്ങനെ അപേക്ഷിച്ച അതെ തന്റെ ജനത്തോട് സ്വർഗം പറയുകയാണ്. ആമേൻ. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഹല്ലേലൂയ. നോക്കുക, ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായ യഹോവയാകുന്നു ഞാൻ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമൊന്നും അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെ കൊണ്ട്, പക്ഷിയെ കൊണ്ട്, നിലത്തിരുന്ന യാതൊരു ജന്തുവിനെ കൊണ്ട് നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. ഹല്ലേലൂയ. നോക്കിക്കേ, ചില വിഷയങ്ങൾ ദൈവം ആമേൻ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവയെ കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അശുദ്ധനാക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിലെ ദുഷ്ടന്മാരുടെ കൂടെ കൂടി അശുദ്ധമാകാതെ, പാപികളുടെ കൂടെ സമയം ചെലവഴിച്ച് അശുദ്ധമാകാതെ, പരിഹാസികളുടെ കൂടെ കൂടി മലിനപ്പെടാതെ, ഹല്ലേലൂയ, അതെ, നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധമായിരിക്കണം. ആമേൻ. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് എന്തിരിക്കുകയാണ്? വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ന്റെ 21 മുതൽ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യാക്കോബിൻ തിന്മ കാണുവാനില്ല. ഒരു രാത്രി മുഴുവൻ ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തി. അവന് ആമേൻ ഭൗതികമായ നന്മയില്ലാഞ്ഞിട്ടല്ല, അവൻ ആടും മാടും, കുതിര, കാള, ഭാര്യമാരും വെപ്പാട്ടിമാരും 11 മക്കളും, അങ്ങനെ എല്ലാവിധ നന്മകളും ഉണ്ടായിരുന്ന യാക്കോബ് അതെല്ലാം യാബോക്ക് നദിയുടെ അക്കരെ വെച്ചിട്ട് ഇതുപോലൊരു രാത്രി ഉഷസാകുവോളം ദൈവസന്നിധിയിൽ ദൂതനുമായി മൽപ്പിടുത്തം നടത്തി. അവന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി യാക്കോബിനെ കുറിച്ചുള്ള വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഹല്ലേലൂയ. രാജാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനുമായവനെ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളെ, നാം കൂടുന്നവരുടെ നടുവിൽ, നാം കൂടുന്നിടത്ത് അവൻ കടന്നു വരാമെന്ന അവിടെ രാജകോലാഹലമുണ്ടെന്ന്. അവിടെ എന്തില്ല? തിന്മ കാണാനില്ല. ഹല്ലേലൂയ. കഷ്ടത ദർശിപ്പാനുമില്ല. ഹല്ലേലൂയ. ദൈവം അവരെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുന്നു. ആമേൻ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, ഹല്ലേലൂയ, തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനുമില്ല. ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കടക്കിയില്ല. ഹല്ലേലൂയ. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. ആമേൻ. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളും. ഹല്ലേലൂയ. ഇസ്രായേല് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോഴും തീയിലൂടെ നടക്കുമ്പോഴും താൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ദൈവം ഉറപ്പ് നൽകുന്നതായിട്ട് നാം കുറിവാക്യമായി പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നാം കണ്ടെത്തുന്ന ഏത് സാഹചര്യത്തിന്റെയും ആമേൻ പ്രതീകമാണ് ഹല്ലേലൂയ വെള്ളവും തീയും. അത് നല്ലതോ ചീത്തയോ ആകാം, അല്ലെങ്കിൽ അത് എളുപ്പമോ ബുദ്ധിമുട്ടുള്ളതോ ആകാം. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നു. ഇന്ന് രാത്രി ആ ഉറപ്പുള്ളവർ കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നാം പലപ്പോഴും കണ്ടെത്തുന്ന ആമേൻ ഏത് സാഹചര്യത്തിൽ ആമേൻ ഒരു പക്ഷേ വെള്ളം ഇസ്രായേലിന് തടസ്സമായി നിന്നതുപോലെ, തീ എബ്രയ ബാലന്മാർക്ക് പ്രതികൂലമായി നിന്നതുപോലെ, ചിലപ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ ഏത് സാഹചര്യത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യാം? കടന്നു വരാം. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. ആമേൻ. അങ്ങനെ കേൾക്കുന്നതും വായിക്കുന്നതും നമുക്ക് എന്താണ്? ആശ്വാസമാണ്, ബലമാണ്. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നമ്മോട് ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കുവാനും അവനെ സ്തുതിക്കുവാനും അവന് നന്ദി പറയുവാനും ഒക്കെ ഇത് ഒരു പ്രചോദനമാണ്. ഇന്ന് രാത്രി ആ പ്രചോദനമുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്ത പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും
ഹല്ലേലൂയ. ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ നിലവിളി ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും അത്ഭുതം ഹല്ലേലൂയ അതേ വെളിപ്പെട്ടു വരുവാൻ, ഹല്ലേലൂയ അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ ദൈവം ആമേൻ ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളെ ആമേൻ അതെ കണ്ട് മൗനമായിരിക്കാതെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കൊണ്ടവിടെയായി. ഹല്ലേലൂയ. അവന്റെ വചനത്തെ അടിസ്ഥാനമാക്കി പ്രാർത്ഥിക്കുന്നതും, ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്നതും, ഹല്ലേലൂയ ആമേൻ അവനെ ആരാധിക്കുന്നതിലും, ഹല്ലേലൂയ അവനെ സ്തുതിക്കുന്നതിലും, ഹല്ലേലൂയ നന്ദി പറയുന്നതിലും ആമേൻ നാം മടി കാണിക്കാതെ ദൈവം നല്ലവനാണെന്നും അവന്റെ കരുണ എന്നേക്കുമായി നിലനിൽക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ അവന്റെ സാക്ഷ്യമായി ജീവിക്കുവാൻ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് ഉറച്ച് ആമേൻ തീരുമാനം എടുത്തുകൊണ്ട് എബ്രയ ബാലന്മാരെ പോലെ അത് ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മളിലൂടെ രാജാക്കന്മാർ, മന്ത്രിമാർ, അതെ ദേശാധിപതിമാർ, ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 136:1 ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ആ സങ്കീർത്തനം താഴോട്ട് വായിച്ചാൽ ആമേൻ ഇസ്രായേൽ പറയുന്നത് എന്തെന്നാൽ ആമേൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ. അതെ ശത്രുവിനെ ആമേൻ അതെ ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ചെങ്കടലിൽ വിവഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ആമേൻ അത് ചെറിയവരും വലിയവരും ഒരുപോലെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ദൈവം അവർക്ക് വേണ്ടി ആമേൻ ഇന്നലകളിൽ പ്രവർത്തിച്ചതുപോലെ ഇന്നും അവനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അത്ഭുതകരമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേര് ഇന്ന് രാത്രി ഉറപ്പുള്ളവരായി? മറുകര കാണുവാൻ അനുവദിക്കത്തില്ല, ആ ഉയർച്ചയിലേക്ക് എത്തുവാൻ അനുവദിക്കത്തില്ല, ആ പ്രമോഷൻ സമ്മതിക്കത്തില്ല, ആ ഭാവി ശുഭകരമാകുവാൻ സമ്മതിക്കത്തില്ല, ആ കടക്കണിയിൽ മാറുവാൻ സമ്മതിക്കത്തില്ല, ആ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കത്തില്ല. വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകർന്നു വീഴും. നിനക്കെതിരെ ആമേൻ കരുക്കൽ നീക്കിയവരുടെ കണ്ണിന്റെ മുമ്പിൽ നീ ഉയരുന്നത് അവർ കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നിന്നിലൂടെ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് അനേകരെ കാണുവാൻ പോവുകയാണ്, അനേകരെ വിശ്വസിക്കുവാൻ പോവുകയാണ്. കണ്ണുകളെ അടച്ചാൽ ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ പിന്നെയും ഞങ്ങളെ ഉറപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങള് അങ്ങയുടെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങേ വിശ്വസിക്കുകയും അങ്ങേ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അതെ ഞങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തരായ ദൈവമാണല്ലോ. അതെ ഞങ്ങളുടെ തകർച്ച കാണുവാൻ നോക്കുന്ന, ഞങ്ങളെ ബന്ധിക്കുന്ന, ഞങ്ങളെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ അവരും ആരാധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അങ്ങ് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി വചനം കേട്ട വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ ആ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു ഹല്ലേലൂയ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ തലയിലൂടെ അവർ കയറി നടക്കാൻ നീ അനുവദിച്ചു. പക്ഷെ ഇതൊക്കെയും ഒരു വിശാലതയ്ക്കും ഒരു സമൃദ്ധിക്കുമായിരുന്നുവെന്ന് ഭക്തൻ തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം അത് വ്യക്തി ജീവിതങ്ങളോട് അങ്ങ് ഇടപെട്ടതിനാൽ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ആ ഞങ്ങൾ ആ ഫിനിഷ് ലൈൻ കടക്കുന്നത് വരെ അത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളോട് കൂടെ ഇരുന്നു ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ അതേ പകർന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കാ ദൈവത്തിന്റെ കരുണയ്ക്കാ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുക. പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവ്. അമ്മ ഇന്ന് രാത്രി ആമേ ചിലർ ഉറക്കത്തക്ക വിധത്തിൽ,
ചിലരുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിന്ദകളിലൂടെ, ആമേൻ വെല്ലുവിളികളിലൂടെ, ആമേൻ അതെ ആ മുഖഭാവം മാറി നെറ്റി ചുളിച്ച് ആമേൻ പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടവർ ആമേൻ നിങ്ങളിലൂടെ ആമേൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുവാനായി അതേ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരമടിച്ച് കർത്താവിനെ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം ലൈവിൽ കടന്നു വരുന്നതാണ്. പകല് 11 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത് ആമേൻ തത്സമയ ആമേൻ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ആമേൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയം ആ സമയത്ത് അറിയിക്കുവാനുണ്ടെങ്കിൽ സമയവും സാഹചര്യവും ഒത്തുവെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.